ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൽമഷപാത രാജാവ് വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് പറയുകയാണ്, ഇക്ഷ്വാകു വംശകുലവർദ്ധനായ ഒരു പുത്രനെ അങ്ങ് എനിക്ക് ഉണ്ടാക്കി തരണം. വസിഷ്ഠ മഹർഷി അത് സമ്മതിക്കുകയാണ്. ഇങ്ങനെ പാപം തീർന്ന കൽമഷപാത രാജാവ് വസിഷ്ഠ മഹർഷിയുമായി തൻ്റെ അയോധ്യാപുരിയിലെത്തി. അയോധ്യാപുരിയിലെ ജനങ്ങൾ രാജാവിനെ കണ്ടതും തങ്ങളുടെ പുരോഹിതനായ വസിഷ്ഠ മഹർഷിയോടുകൂടെ കൽമഷപാത രാജാവിനെ കണ്ടപ്പോൾ അത്യധികം ആഹ്ലാദത്തോടുകൂടെ ജനങ്ങൾ രാജാവിനെ സൽക്കരിച്ച് പൂജിച്ചിരുത്തി. രാജാവ് ഭരിക്കാൻ തുടങ്ങിയതോടുകൂടെ അയോധ്യാപുരി ഐശ്വര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. ദേവേന്ദ്രൻ മറ്റ് ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നതുപോലെ അയോധ്യാപുരിയിലെ ജനങ്ങൾ കൽമഷപാത രാജാവിനെ പൂജിച്ചു കൊണ്ടിരുന്നു. ഇന്ദ്രദേവനാൽ അമരാവതി എന്ന പോലെ രാജാവിനാൽ അയോധ്യാപുരി പ്രക്ഷോഭിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഋതുസ്നാനം കഴിഞ്ഞെത്തിയ തൻ്റെ ഭാര്യയെ രാജാവ് വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് പുത്രോൽപാദനത്തിനു വേണ്ടി. വസിഷ്ഠ മഹർഷി രാജപത്നിയെ സമീപിക്കുകയാണ്. ഒടുവിൽ രാജപത്നി വസിഷ്ഠ മഹർഷിയിൽ നിന്നും ഗർഭം ധരിക്കുകയും 12 വർഷം കഴിഞ്ഞിട്ടും രാജപത്നി പ്രസവിക്കാതിരുന്നപ്പോൾ രാജപത്നി തന്നെ ഒരു മൂർച്ചയുള്ള കല്ലുകൊണ്ട് തൻ്റെ വയറ് കീറി അതിൽ നിന്നും വളരെ തേജസ്വിയായ ഒരു പുത്രൻ ജനിക്കുകയാണ്. ബലവാനും സത്വഗുണവാനും ധീരനും യോഗ്യനുമായിരുന്നു ആ കുഞ്ഞ്. അവന് അശ്മാകൻ എന്ന് പേരിടുകയാണ്. അവൻ പിന്നീട് രാജാവായി രാജ ഋഷിയായി മാറുകയായിരുന്നു. പുത്രോൽപാദനത്തിനു ശേഷം വസിഷ്ഠ മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. അവിടെ തൻ്റെ പുത്രൻ്റെ ഭാര്യയായ അദൃശ്യന്തി തൻ്റെ പൗത്രനെ അദൃശ്യന്തി പ്രസവിച്ചിരിക്കുന്നു. ശക്തി മഹർഷിയുടേതുപോലെ തന്നെ അതിതേജസ്വിയായ ഒരു കുഞ്ഞ്. വസിഷ്ഠ മഹർഷി ആ കുഞ്ഞിനെ പരാശരൻ എന്ന് പേര് കൊടുക്കുകയും ജാതകാദി കർമ്മങ്ങളെല്ലാം വേണ്ട പോലെ നിർവഹിക്കുകയും ചെയ്തു. ആ പുത്രനെ അത്രയും വാത്സല്യം കൊടുത്ത് വളർത്തിയത് വസിഷ്ഠ മഹർഷി ആയതിനാൽ ആ പുത്രൻ വസിഷ്ഠ മഹർഷിയെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. ഇത് കണ്ട് അദൃശ്യന്തി പറഞ്ഞു, പുത്ര, ഇത് നിൻ്റെ അച്ഛനല്ല, നിൻ്റെ മുത്തച്ഛനാണ്. നിൻ്റെ അച്ഛനെ രാജാവായ രക്ഷസുകൾ കൊന്നു തിന്നതാണ്. ഇത് കണ്ട് ആ പുത്രന് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ വയ്യാതെയായി. അവൻ ക്രോധം കൊണ്ട് ഉജ്ജ്വലിച്ച് പറഞ്ഞു, ഞാൻ ഈ സർവ്വലോകത്തെയും മുടിപ്പിക്കുന്നതാണ്. ഇത് കണ്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഹേ പരാശര, ശാന്തിയുടെ മഹത്വം നീ അറിയുന്നില്ലേ? ക്രോധം അരുത്. ഞാൻ നിനക്ക് ഒരു ചരിത്രം പറഞ്ഞു തരാം. പണ്ട് കൃതവീര്യൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ആ രാജ്യത്തിലെ ബ്രാഹ്മണന്മാരെയും ബ്രാഹ്മണ സ്ത്രീകളെയും ബ്രാഹ്മണ കുഞ്ഞുങ്ങളെയെല്ലാം വധിച്ചു കൊണ്ടിരുന്നു. ബ്രാഹ്മണരുടെ പണം, സമ്പത്ത് ക്ഷത്രിയ രാജാവിന് നൽകാത്തതായിരുന്നു കാരണം. എന്നാൽ ഇതിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ തൻ്റെ ഗർഭത്തെ തുടയിൽ ഒളിപ്പിച്ച് വയ്ക്കുകയും ആ തുടയിൽ നിന്ന് ആ കുഞ്ഞ് പ്രസവിക്കുകയും വളരെ തേജസ്വിയായ ആ കുഞ്ഞ് ക്ഷത്രിയന്മാരെ ഒന്ന് നോക്കിയതും ക്ഷത്രിയന്മാരുടെ കണ്ണുകൾ പൊട്ടിപ്പോയി. ക്ഷത്രിയന്മാരെല്ലാം അന്ധന്മാരായി അങ്ങനെ നടക്കവേ വസിഷ്ഠ മഹർഷി അവിടേക്കെത്തി. വസിഷ്ഠ മഹർഷി പറഞ്ഞു, പുത്ര, നീ അവരിൽ പ്രസാദിച്ചാലും അവർക്ക് കണ്ണുകൾ തിരിച്ചു കൊടുക്കൂ. വസിഷ്ഠ മഹർഷിയുടെ ഉപദേശത്താലാണ് ഔർവൻ രാജാക്കന്മാർക്ക് കണ്ണുകൾ തിരികെ നൽകിയതും ക്ഷത്രിയന്മാർ അവരവരുടെ അന്തഃപുരങ്ങളിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും അവർ ബ്രാഹ്മണരെ ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ ഔർവൻ്റെ കോപം അടങ്ങാത്തതു കണ്ട് പിതൃക്കൾ പിതൃലോകത്തു നിന്നും ഔർവൻ്റെ അടുത്തെത്തുകയാണ്. പിതൃലോകത്തിൽ നിന്ന് വന്ന് പറഞ്ഞു, ഹേ പുത്ര, ഞങ്ങളെ ക്ഷത്രിയർ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ബ്രാഹ്മണർ ആയുസ് കൂടുതലുള്ളവരായിരുന്നു. മൃത്യുദേവത ഞങ്ങളെ തൊടുന്നുണ്ടായിരുന്നില്ല. മരിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ക്ഷത്രിയർക്ക് ധനം സമ്പത്ത് കൊടുക്കാതെ എല്ലാം കുഴിച്ചു മൂടിയത്. അതുകൊണ്ടായിരുന്നു ക്ഷത്രിയർ ഞങ്ങളെ ഉപദ്രവിച്ചത്. അത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഹേ പുത്ര, അടങ്ങിയാലും. പിന്നീട് ഈ ഔർവൻ
കോപത്തെ, ഘോരമായ കോപത്തെ ആഴസമുദ്രങ്ങളിൽ കൊണ്ടുപോയി തള്ളി. ആ അഗ്നിയാണ് കടലിലെ ജലമത്രയും കുടിക്കുന്നത്. അതുകൊണ്ട് ഹേ ശക്തിപുത്ര, നിന്റെ കോപവും നീ കടലിൽ കൊണ്ടുപോയി താഴ്ത്തുക. എന്നാൽ ശക്തിപുത്രനായ പരാശര മഹർഷി തൻ്റെ കോപം കൊണ്ട് കണ്ണിൽ കണ്ട രക്ഷസുകളെയെല്ലാം, രാക്ഷസന്മാരെ, രാജാക്കന്മാരെ, പുത്രന്മാരെ, പിതാക്കന്മാരെ എല്ലാവരെയും കൊന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇതിനൊന്നും തടസ്സമായി വസിഷ്ഠ മഹർഷി ഒന്നും പറയുന്നില്ല. കാരണം തൻ്റെ 100 പുത്രന്മാരെയും വധിച്ചത് രക്ഷസുകളാണല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പുലഹ്യ മഹർഷി, പുലസ്ത്യ മഹർഷി, കൃതു മഹർഷി, അത്രി മഹർഷി ഇവരെല്ലാം വസിഷ്ഠ മഹർഷിയോടുകൂടെ ആശ്രമത്തിലെത്തുകയാണ്. പുലസ്ത്യ മഹർഷി ശക്തിപുത്രനായ പരാശര മഹർഷിയോട് പറഞ്ഞു, ശക്തി മഹർഷിക്ക് ആപത്ത് വന്നത് ശക്തി മഹർഷിയുടെ തന്നെ കാരണം കൊണ്ടാണല്ലോ. മാത്രവുമല്ല, തൻ്റെ 100 പുത്രന്മാരും ആ സ്വർഗലോകത്തിൽ സന്തോഷത്തോടു കൂടെ വാഴുകയാണ്. ഇത് വസിഷ്ഠ മഹർഷിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. മാത്രവുമല്ല, കൽമശ രാജാവും ഇപ്പോൾ ഈ ആരിൽ സുഖമായി താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ സത്രം അവസാനിപ്പിക്കൂ. പുലസ്ത്യ മഹർഷി പറഞ്ഞ ഉടനെ ആ മഹാസത്രം ശക്തിപുത്രൻ സമാപിപ്പിച്ചു. തൻ്റെ കോപത്തെ അടക്കി. പിന്നീട് അർജുനൻ ഗന്ധർവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കൽമശപാത രാജാവ് ബ്രഹ്മജ്ഞനും ഗുരുവര്യനുമായ വസിഷ്ഠമുനിയുടെ സമീപത്തേക്ക് തൻ്റെ പത്നിയെ പറഞ്ഞു വിട്ടതിന് കാരണമെന്താണ്? ആ ഗന്ധർവൻ പറഞ്ഞു, കൽമശപാത രാജാവിന് ശാപം കിട്ടിയ സമയത്ത് കൽമശപാത രാജാവ് തൻ്റെ ഭാര്യയോടുകൂടെ കാട്ടിലങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ സ്ത്രീയും അവളുടെ ഭർത്താവും തമ്മിൽ കാമക്രീഡയിൽ രതി ചെയ്യുന്നത് രാജാവ് കാണുകയാണ്. ഉടനെ ഉള്ളിൽ രാക്ഷസബോധമുള്ള രാജാവ് അവരെ അവിടെ ഇട്ട് ഓടിക്കുകയും ആ സ്ത്രീയുടെ ഭർത്താവിനെ പിടിച്ച് കൊന്ന് തിന്നുകയും ചെയ്തു. ഇത് കണ്ട ആ ബ്രാഹ്മണ സ്ത്രീ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ രാജാവേ, അങ്ങ് എന്തിനാണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് കൂടെ രമിച്ചിരിക്കുന്നതിനിടയിൽ എൻ്റെ ഭർത്താവിനെ എൻ്റെ കൺമുൻപിൽ വെച്ച് പിടിച്ച് കൊന്ന് തിന്നതുകൊണ്ട് അങ്ങും അങ്ങയുടെ ഭാര്യയുമായി രമിക്കുന്ന സമയത്ത് അങ്ങും മരിച്ചു പോകട്ടെ. ഇതായിരുന്നു ആ ബ്രാഹ്മണ സ്ത്രീ കൊടുത്ത ശാപം. പിന്നീട് വസിഷ്ഠ മഹർഷി കൽമശപാത രാജാവിൻ്റെ ശാപമോക്ഷം കൊടുത്തു. അയോധ്യാപുരിയിലെത്തി തൻ്റെ ഭാര്യയോടുകൂടെ രാജാവ് രമിക്കാനൊരുങ്ങവെ ഭാര്യ ഓർമ്മപ്പെടുത്തി അന്ന് കാട്ടിൽ വെച്ച് ബ്രാഹ്മണ സ്ത്രീ കൊടുത്ത ശാപത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ രാജാവിന് ഇനി കാമവികാരങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് രാജാവ് പുത്രോൽപാദനത്തിനു വേണ്ടി വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് തൻ്റെ ഭാര്യയെ പറഞ്ഞുവിടുന്നത്. പിന്നീട് അർജുനൻ ഗന്ധർവൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പാണ്ഡവർക്കു ചേർന്ന വേദജ്ഞനായ ഒരു പുരോഹിതൻ ആരാണ്? അങ്ങ് പറയൂ. ഭഗവാൻ സർവജ്ഞനാണല്ലോ. ഗന്ധർവൻ പറഞ്ഞു, ഈ വനത്തിൽ വേദജ്ഞനായ ബ്രാഹ്മണൻ തപോവ്രതത്തോടെ പാർക്കുന്നുണ്ട്. ദേവലൻ്റെ അനുജനായ ദൗമ്യൻ ആണ് ആ മഹാൻ. ഉൽക്കോച തീർത്ഥത്തിൽ പോയി അദ്ദേഹത്തെ കാണുവിൻ. അദ്ദേഹത്തെ നിങ്ങൾ ഗുരുവായി സ്വീകരിക്കുവിൻ. പിന്നീട് പാണ്ഡവന്മാർ ഉൽക്കോച തീർത്ഥത്തിൽ ചെന്ന് ദൗമ്യാശ്രമത്തിൽ ഇരിക്കുന്ന ദൗമ്യ മഹർഷിയെ പാണ്ഡവർ കണ്ടു. വേദവിത്തായ ദൗമ്യൻ അവരെയും സ്വീകരിച്ചു. പാദ്യത്താലും വന്യമായ ഫലം മൂലങ്ങളാലും പൗരോഹിത്യത്താലും പാണ്ഡവന്മാരെ സൽക്കരിച്ചു മഹർഷിയും. തങ്ങൾക്ക് ശ്രീയും രാജ്യവും കിട്ടി എന്ന് തന്നെ പാണ്ഡവരും കരുതി. അങ്ങനെ അമ്മയോടൊത്ത് ആ പാണ്ഡവരും ദൗമ്യ മഹർഷിയോടുകൂടെ പാഞ്ചാലി സ്വയംവരത്തിന് പോകാനൊരുങ്ങി. ഹരേ കൃഷ്ണ.